ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിച്ചു. അൽഹംദുലില്ലാ നമുക്കും ഇവിടെ സുഖം തന്നെയാണ്. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ടാണ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് റെഗുലറായിട്ട് വീഡിയോ ചെയ്യാൻ പറ്റണില്ല. യൂട്യൂബിലൊരു വിരുന്നുകാരി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പറഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബേക്കറി സ്റ്റൈൽ റിച്ച് പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ ഒന്ന് കാണാൻ ശ്രമിക്കണേ. പുതിയ വ്യൂവേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ടൊന്ന് അറിയിക്കുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഓപ്ഷനാക്കി വെക്കാനും കൂടി മറക്കല്ലേ. അങ്ങനെയെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടണമെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ പ്ലം കേക്കിൻ്റെ വീഡിയോ ഞാൻ മുന്നേ തന്നെ 3-4 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എല്ലാം വ്യത്യസ്ത രുചിയുള്ള പ്ലം കേക്കുകളാണ് കേട്ടോ. 1/2 kg വെയിറ്റിൽ വരുന്ന പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യം പ്ലം കേക്കിൻ്റെ മസാല ഒന്ന് പൊടിച്ച് വെക്കണം. അത് പിന്നെ ഞാൻ പറഞ്ഞു തരട്ടാ എന്തൊക്കെയാണെന്നുള്ളത്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പഞ്ചസാരയാണ്. അപ്പോൾ ഒരു 1/2 കപ്പ് പഞ്ചസാരയിൽ നിന്നൊരു 1/3 കപ്പ് പഞ്ചസാര എടുത്തിട്ട് 1/2 കപ്പിൽ 1/3 കപ്പ് പഞ്ചസാര എടുത്തിട്ട് അത് പൊടിച്ചിട്ട് മാറ്റി വെക്കണം കേട്ടോ. 1/2 കപ്പിൻ്റെ ബാക്കി പഞ്ചസാര എടുത്തിട്ട് മസാല മിക്സ് ഒന്ന് പൊടിച്ച് വെക്കണം. പൊടിച്ചതാണെങ്കിൽ പൊടിച്ച മസാല ഉണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. നല്ല മധുരം വേണ്ടവർക്ക് 1/2 കപ്പ് പഞ്ചസാര തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് മിക്സഡ് ഫ്രൂട്ട് ജാമാണ് വേണ്ടത്. അതൊരു 25 ഗ്രാം വരെ നമുക്ക് എടുക്കാം. ഞാനിപ്പോൾ ഒരു ഫ്രൂട്ട് സോക്കിങ്ങിന് 15ഉം ബാറ്ററിലേക്ക് 10 ഗ്രാമും ചേർക്കുന്നുണ്ട്. പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. അതൊരു ഞാനൊരു 150 ഗ്രാം എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇതിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. മുന്തിരിയും ഈത്തപ്പഴം ഒന്ന് കഴുകി എടുത്തിട്ട് ഈത്തപ്പഴം നിന്ന് ചെറുതാക്കിയിട്ട് മുറിച്ച് വെക്കുന്നുണ്ട്. പിന്നെ കാഷ്യൂനട്ടും ഒന്ന് ചെറുതാക്കിയിട്ട് മുറിച്ച് വെക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ ഞാനിതാ കേക്ക് ടിന്നും റെഡിയാക്കി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡ്രൈ ഫ്രൂട്ട് ഒന്ന് ഫ്രൂട്ട് ജ്യൂസിൽ സോക്ക് ചെയ്ത് വെക്കാനുണ്ട്. അപ്പോൾ ഞാൻ കാരമൽ ചെയ്യുന്നതും അതുപോലെ ഫ്രൂട്ട് സോക്കിങ്ങും സെപ്പറേറ്റ് ആയിട്ടല്ല കേട്ടോ ചെയ്യേണ്ടത്, എല്ലാം ഒന്നിച്ചാണ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഈസിയാണ്. അപ്പോൾ അതാ ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ഒന്ന് ചൂടായി വന്നാൽ 1/4 കപ്പ് പഞ്ചസാരയും 1 ടീസ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് കളറ് മാറി കരിയാതെ പതഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇതാ ഈ ഒരു പരുവത്തിലാവുമ്പോൾ ഇതിലേക്കൊരു 1/2 കപ്പ് ജ്യൂസുകൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് മുന്തിരി ജ്യൂസും 1/4 കപ്പ് ഓറഞ്ചിൻ്റെ ജ്യൂസുമാണ് കേട്ടോ. നിങ്ങൾക്ക് ഇതിലേക്ക് പൈനാപ്പിളിൻ്റെ ജ്യൂസും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത ജ്യൂസ് ഒന്ന് തിളച്ച് വന്നാൽ എടുത്തു വെച്ച മിക്സഡ് ഫ്രൂട്ട് ജാം ഉണ്ടല്ലോ അതിൽ നിന്ന് പാതി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ പ്ലം കേക്ക് മസാല പാതി ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഡ്രൈ ഫ്രൂട്ടും ഇതിൽ ഒരു ചെറിയ ഓറഞ്ചിൻ്റെ തൊലിയും കൂടെ ചെറുതാക്കിയിട്ട് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു ഓറഞ്ചിൻ്റെയാണ് കേട്ടോ. പിന്നെ കാഷ്യൂനട്ട് ഞാൻ ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഈ ഒരു ഡ്രൈ ഫ്രൂട്ട് സോക്കിങ് ഒരുപാട് സമയം സോക്കിംഗ് ഒന്നും ചെയ്യണില്ല കേട്ടോ. നമ്മൾ ഉണ്ടാക്കി ചൂടാറുന്ന ആ ഒരു സമയം. എന്നാലും ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് കൂടുതൽ രുചി തോന്നിയത്. ടേസ്റ്റിനൊന്നും യാതൊരു കോംപ്രമൈസും ഇല്ല കേട്ടോ. അങ്ങനെ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് വലിയൊരു വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഡ്രൈ ഫ്രൂട്ടൊക്കെ ആ ഒരു ഫ്രൂട്ട് ജ്യൂസ് ഒക്കെ കുടിച്ച് വെന്ത് പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവം നോക്കി ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇല്ലെങ്കിൽ ഈ ഒരു ഫ്രൂട്ട് സോക്കിങ് കട്ടിയാവും കേട്ടോ. അപ്പോൾ ഈ ഫ്രൂട്ട് സോക്കിങ്ങിൻ്റെയും എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ മുന്നത്തെ പ്ലം കേക്കിൻ്റെ വീഡിയോയിലുണ്ട്. വ്യത്യസ്ത രീതിയിൽ ചെയ്ത വ്യത്യസ്ത രുചിയുള്ള പ്ലം കേക്കുകളാണ് കേട്ടോ എല്ലാം. അപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ 2 കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ചല്ല ചെയ്തത്. എനിക്ക് ഒന്നും കൂടെ ഇങ്ങനെയാണ് കേട്ടോ ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഇനി ഇതൊന്ന് ചൂടാറി വരട്ടെ, അപ്പത്തിന് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യട്ടോ. അടുത്തതായിട്ട് നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിൽക്കൊരു 50 ഗ്രാം റൂം ടെമ്പറേച്ചർ ബട്ടർ ചേർക്കുന്നുണ്ട്. പിന്നെ നേരത്തെ എടുത്ത് വെച്ച 1/3 കപ്പ് പഞ്ചസാര ഉണ്ടല്ലോ അത് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതും ബട്ടറും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാര കുറച്ചായിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ മതിയാവും. അങ്ങനെ രണ്ടും കൂടെ നല്ല യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം കൂടെ ഒന്ന് ഒരുമിച്ച് ഒന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം പിന്നെ വലിയൊരു മുട്ട ചേർത്തിട്ട് അതൊന്ന് ബാറ്ററിൽ മിക്സ് ആവുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ചെറുതാണെങ്കിൽ 2 മുട്ട എടുക്കാൻ മറക്കല്ല കേട്ടോ. ഇപ്പോൾ നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് പിരിഞ്ഞ പോലെയൊക്കെ തോന്നും, പക്ഷെ അത് സാരമാക്കണ്ട, അത് തന്നെ ശരിയായി വരും. ഇപ്പം മുട്ടയൊക്കെ ചേർത്ത് ബീറ്റ് ചെയ്തതിന് ശേഷം അൺസാൾട്ടഡ് ബട്ടറാണ്
എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സമയം ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ ബാക്കി വെച്ച ജാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയാണ് പ്ലം കേക്കിൻ്റെ ടേസ്റ്റ് കൂട്ടാനുള്ള 2 ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 10 ഗ്രാം വീതം മിൽക്ക് മെയ്ഡും 10 ഗ്രാം നെയ്യുമാണ് കേട്ടോ. ഇത് ഓപ്ഷണലാണ്, നമ്മുടെ പ്ലം കേക്ക് റിച്ച് പ്ലം കേക്ക് ആയതുകൊണ്ടാണ്. പിന്നെ മാത്രമല്ല ബേക്കറി സ്റ്റൈൽ പ്ലം കേക്കാണ്. ചില ബേക്കറിയിലൊക്കെ ഈ ഒരു രീതിയിലാണ് കേട്ടോ പ്ലം കേക്ക് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേക രുചിയാണ് നമ്മുടെ ഈ പ്ലം കേക്കിന്. പിന്നെ 1/2 ടീസ്പൂൺ ഓറഞ്ചിൻ്റെ എസൻസും 1/2 ടീസ്പൂൺ പ്ലമ്മിൻ്റെ എസൻസും 1/2 ടീസ്പൂൺ പൈനാപ്പിളിൻ്റെ എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ ഏതാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അത് നിങ്ങൾക്ക് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് ബീറ്റർ ഓഫ് ആക്കിയിട്ട് മാറ്റി വെക്കുക. ഡ്രൈ ഫ്രൂട്ട് സോക്കിങ്ങിന് ശേഷം ഞാൻ പൊടികളൊക്കെ ഒന്ന് അളന്ന് വെച്ചിരുന്നു കേട്ടോ. 1/4 കപ്പ് മൈദയാണ് വേണ്ടത്, അതായത് ഒരു 100 ഗ്രാം. ഞാൻ 1/2 കപ്പ് മൈദയും 1/4 കപ്പ് ഗോതമ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് വീട്ടിൽ കഴിക്കാനായ കാരണം മാത്രമാണ് കേട്ടോ. നിങ്ങൾക്ക് ഫുൾ മൈദയിലും ഈ റെസിപ്പി ചെയ്യാം. ബേക്കറികളിലൊക്കെ മൈദയാണ് യൂസ് ചെയ്യുക. ഗോതമ്പൊടി ചേർത്തെന്ന് വെച്ചിട്ട് ടേസ്റ്റിലൊന്നും വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല കേട്ടോ. ഞാൻ വീട്ടിൽ കഴിക്കാനാവുമ്പോൾ ബ്രൗണിയിലും പ്ലം കേക്കിലൊക്കെ ഗോതമ്പൊടിയാണ് ചേർത്ത് കൊടുക്കാറുള്ളത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 ടീസ്പൂൺ വാനില പൗഡറും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ നേരത്തെ ബാക്കിയുള്ള പ്ലം കേക്ക് മസാല ഉണ്ടല്ലോ അതും ചേർത്തിട്ട് എല്ലാം കൂടെ നല്ലോണം മിക്സ് ആക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ആ മസാല എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. മുന്നത്തെ പ്ലം കേക്കിൻ്റെ വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഒരു കഷ്ണം പട്ട, 4 ഗ്രാമ്പൂ, 2 ഏലക്ക, 2 അല്ലി ജാതിപത്രി, ഒരു കഷ്ണം ജാതിക്ക, 2 കഷ്ണം ചുക്ക്, ഒരു പിടി സാജീരകം. ഇത്രയാണ് കേട്ടോ. ഒരു പിടി സാജീരകവും ഒരു നുള്ള് അയമോദവും കൂടെ ചേർത്തിട്ടുണ്ട്. അങ്ങനെ മിക്സാക്കി വെച്ചതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസിലേക്ക് മൈദാ മിക്സും ഫ്രൂട്ട് സോക്കിങ്ങും ഇടവിട്ടിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അങ്ങനെ മിക്സാക്കി എടുക്കാം. അപ്പോൾ ബട്ടർ ചേർക്കുന്നതാണ് പ്ലം കേക്കിന് കൂടുതൽ ടേസ്റ്റ്. ഇതിന് പകരം നിങ്ങൾക്ക് മാർജറിനും ചേർത്ത് കൊടുക്കാം. ബേക്കറികളൊക്കെ മാർജറിനാണ് കേട്ടോ യൂസ് ചെയ്യുക. നിങ്ങൾക്ക് സെയിൽ ചെയ്യാനൊക്കെ ഉള്ളതാണെങ്കിൽ കസ്റ്റമറിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ബട്ടറോ മാർജറിനോ ചേർത്ത് കൊടുക്കാം. അതിനനുസരിച്ച് നമുക്ക് വിലയിലും വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ എന്തായാലും ഓയിൽ ചേർത്തുണ്ടാക്കുന്ന കേക്കിനേക്കാളും ഒരു പടി മുന്നിൽ ബട്ടർ ചേർത്തുണ്ടാക്കുന്ന കേക്ക് തന്നെയാണ്. പിന്നെ ഞാനിതിൽ കാരമൽ കളർ ചേർത്ത് കൊടുത്തിട്ടില്ല. സെയിൽ ചെയ്യുന്നവർക്കാണെങ്കിൽ നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് കാരമൽ കളർ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മൈദാ മിക്സും ഡ്രൈ ഫ്രൂട്ടും എല്ലാം കൂടെ ഞാൻ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്ക് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ ഇതൊക്കെ ചെയ്യുന്ന ആ ഒരു സമയം ഓവന് പ്രീ ഹീറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. 170 ഡിഗ്രിയിൽ 15 മിനിറ്റാണ് കേട്ടോ ഞാൻ ഓവൻ പ്രീ ഹീറ്റാക്കി വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 6 ഇഞ്ച് കേക്ക് ടിന്നിലാണ് ഞാൻ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നത്. ഗാർണിഷ് ചെയ്യുന്നതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനാക്കാം. അങ്ങനെ ഒരു 170 ഡിഗ്രിയിൽ 50 മിനിറ്റ് അല്ല ഈ പ്ലം കേക്കിൻ്റെ ബേക്കിംഗ് സമയം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പ്ലം കേക്കൊക്കെ ഞാൻ പറഞ്ഞ കറക്റ്റ് സമയത്ത് തന്നെ ഇവിടെ ബേക്കായി കിട്ടിയിരിക്കണേ. ഞാനൊരു സ്റ്റൂപ്പിക്ക് വെച്ചിട്ട് കുത്തി നോക്കുന്നുണ്ട്. കറക്റ്റ് ബേക്കാണ് കേട്ടോ. ചെറുതായിട്ടൊന്ന് ചൂട് പോയപ്പോൾ തന്നെ ഞാൻ കേക്ക് ടിന്നിന്ന് പുറത്തേക്ക് എടുത്തു. പിന്നെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. നന്നായിട്ടൊക്കെ ചൂട് പോയി ശേഷം പിറ്റേ ദിവസമാണ് കേട്ടോ ഞാൻ പ്ലം കേക്ക് കട്ട് ചെയ്യുന്നത് തന്നെ. കറക്റ്റ് 1/2 കിലോ പ്ലം കേക്കാണ്. കഴിച്ചവർക്കൊക്കെ നല്ല അഭിപ്രായം കിട്ടിയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഈ റെസിപ്പി ട്രൈ ചെയ്യാതെ പോകരുത്. ഒരിക്കലും ഫ്ലോപ്പ് ആവാത്ത പ്ലം കേക്ക് റെസിപ്പിയാണ്. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ പ്ലം കേക്കിന്. ബേക്കറി സ്റ്റൈൽ ആണെങ്കിൽ പോലും ചില ബേക്കറികളിൽ നിന്നും ഇത്ര ടേസ്റ്റുള്ള പ്ലം കേക്ക് ഞാൻ കഴിച്ചിട്ടില്ല. അത്രക്കും നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത് നല്ലൊരു ഉഷാർ വീഡിയോ ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.